വെള്ളപ്പൊക്ക ദുരിതം തുടരുക തന്നെയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. പമ്പ, അച്ചൻകോവിൽ ആറുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുന്നു. ചെങ്ങന്നൂർ താലൂക്കിലും കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലും ജനജീവിതം വലിയ ദുരിതത്തിലാണ്. 53 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തീരദേശ മേഖലയിൽ കടലാക്രമണവും രൂക്ഷമാണ്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ആലപ്പുഴ ചെങ്ങന്നൂരിൽ നിന്ന്. ജോസി, അപ്പോൾ ആലപ്പുഴ നമുക്കറിയാം എങ്ങനെ ഒരു മഴ പെയ്താൽ പോലും താഴ്ന്ന പ്രദേശങ്ങൾ ധാരാളമുള്ള ഇടം, വെള്ളത്തിനടിയിലാകുന്ന ഇടം കൂടിയാണ്. അപ്പോൾ ഈ ഒരു മഴക്കാലം ചില്ലറ ദുരിതമൊന്നുമല്ല വിവിധ ഇടങ്ങളിലുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ കാലാവസ്ഥ മുന്നറിയിപ്പ് അനുസരിച്ച് ഇനിയും മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് രാവിലത്തെ ഒരു കാലാവസ്ഥ എന്താണ്? അപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ടോ? ഏതൊക്കെ മേഖലകളാണ് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്? ജിൽസി, ഇടവിട്ട് മഴ ഇപ്പോഴും ജില്ലയിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ശക്തമായ മഴയില്ല എന്നത് ആശ്വാസകരമാണ്. നേരെ മറിച്ച് പത്തനംതിട്ട, അതോടൊപ്പം തന്നെ സമീപ ജില്ലകളിൽ അടക്കം പെയ്യുന്ന മഴയുടെ ദുരിതഫലങ്ങളൊക്കെയും ആലപ്പുഴ ജില്ലയ്ക്കാണ് അനുഭവിക്കേണ്ടി വരിക. പ്രത്യേകിച്ച് ഈ കിഴക്കൻ മലയോര മേഖലയിൽ നിന്നും വെള്ളം ധാരാളമായി ഒഴുകിയെത്തുന്നത് ആ നിലയ്ക്കുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ചെങ്ങന്നൂരിലെ പല പരിസര പ്രദേശങ്ങളിലടക്കം, വീടുകളുടെ പരിസര പ്രദേശങ്ങളിലടക്കം വെള്ളം കയറിയ നിലയിലാണ്. ഇപ്പോൾ ചെങ്ങന്നൂർ താലൂക്കിൽ തന്നെ 20ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിലാകെ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. ഇപ്പോൾ കൂടുതൽ വെള്ളം ഒഴുകിയെത്തിയെ തുടർന്ന് കുട്ടനാട് മേഖലയിലേക്ക് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് വലിയ ദുരിതം വിതയ്ക്കുന്നുണ്ട്. രാമങ്കരി, മുട്ടാർ അടക്കമുള്ള പഞ്ചായത്തുകൾ, ചെമ്പക്കുളം അടക്കമുള്ള പഞ്ചായത്തുകളിൽ കൂടുതൽ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ തന്നെ ചെങ്ങന്നൂരിൽ ഭൂരിഭാഗം പേരെയും രക്ഷാപ്രവർത്തനത്തിലൂടെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിച്ചു. NDRFന്റെയും അതോടൊപ്പം ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ നിരവധി കുടുംബങ്ങളെ, പ്രത്യേകിച്ച് തിരുവൻമണ്ടൂർ, മംഗലം, പാണ്ടനാട് മേഖലകളിലൊക്കെ താമസിക്കുന്ന, താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതേസമയം തന്നെ ഇപ്പോഴും പമ്പയാറും അച്ചൻകോവിലാറും ജലനിരപ്പ് ഉയർന്ന നിലയിൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായ രീതിയിലുള്ള ജലനിരപ്പിന്റെ കുറവ് രേഖപ്പെടുത്തുന്നില്ല. അത് സമയം എടുക്കുമെന്നാണ് ഇവിടെ പ്രദേശവാസികളൊക്കെ പറയുന്നത്. കുറച്ച് 2-3 ദിവസങ്ങൾ എടുക്കും പൂർണ്ണമായും വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി പോകാൻ. ജലനിരപ്പ് പമ്പയാറ്റിലും അച്ചൻകോവിലാറ്റിലും കുറയുന്നതനുസരിച്ച് മാത്രമായിരിക്കും പിന്നീട് ഇവരുടെ ഒരു കാര്യങ്ങൾക്ക്, സാധാരണ ജീവിതത്തിലേക്ക് ഇവർക്ക് മടങ്ങിപ്പോകുവാൻ കഴിയുകയുള്ളൂ. എന്തായാലും ITBP നീർനാട് നിന്നുള്ള ഇൻഡോ ടിബറ്റൻ ഫോഴ്സിന്റെ ഒരു പ്രത്യേക സംഘം ഇവിടെ നീരേറ്റുപുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെങ്ങന്നൂരിൽ NDRFന്റെ ഒരു 32 അംഗ സംഘം കഴിഞ്ഞ ദിവസം മുതൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരിപ്പോഴും തുടരുകയാണ്. വലിയ ദുരിതമാണ് ജില്ലയിലാകെ സൃഷ്ടിച്ചിരിക്കുന്നത്. തൃക്കുന്നപ്പുഴ, അമ്പലപ്പുഴ, ആറാട്ടുപുഴ മേഖലകളിലേക്ക് കടൽക്ഷോഭവും രൂക്ഷമാണ്. ആ മേഖലയിലുള്ളവർ നിരവധി പേർ ക്യാമ്പുകളിലേക്ക് പോയിട്ടുമുണ്ട്. എന്തായാലും മഴ പൂർണ്ണമായും മാറി പമ്പയാറ്റിലും അച്ചൻകോവിലാറ്റിലും ഒഴുക്ക് കുറഞ്ഞാൽ മാത്രമായിരിക്കും കുട്ടനാട്ടിലെയും അതോടൊപ്പം തന്നെ അപ്പർ കുട്ടനാട്ടിലെയും ചെങ്ങന്നൂർ താലൂക്കിലെ അടക്കമുള്ള ദുരിതത്തിന് ശമനമാകുകയുള്ളൂ. തിരുവല്ല താലൂക്കിൽ പത്തനംതിട്ട ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളും, ആലപ്പുഴയും പത്തനംതിട്ടയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളുമുണ്ട്. നിരണം, കടപ്ര, അതോടൊപ്പം തന്നെ തിരുവല്ല, പെരിങ്ങര അടക്കമുള്ള മേഖലകളിലേക്കെയും ഈ സമാനമായ വെള്ളക്കെട്ട് ദുരിതം അനുഭവപ്പെടുന്നുണ്ട്. പലയിടത്തും റോഡ് മാർഗം എത്താൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഡിങ്കി ബോട്ടുകളിലും മറ്റുമാണ് ആളുകളെ രക്ഷാപ്രവർത്തനത്തിലൂടെ പുറത്തെത്തിച്ചത്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്നദ്ധ സംഘടനകളും സർക്കാരിന്റെ വിവിധ വകുപ്പുകളും ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് ഭക്ഷണ വിതരണം അടക്കമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. എത്ര ദിവസം ഇങ്ങനെ ക്യാമ്പുകളിൽ കഴിയുമെന്ന ആശങ്ക തന്നെ പലരും കഴിഞ്ഞ ദിവസം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴുള്ളൊരു ആശ്വാസകരമായ കാര്യം മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നുള്ളത് മാത്രമാണ്. എന്നാലും ഇന്നും ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വേഗത്തിൽ തന്നെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും, മഴ മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾ പങ്കുവെക്കുന്നത്. ജിൽസി, യെസ്, അപ്പോൾ ഇന്ന് ആലപ്പുഴയിലും മഴ മാറി നിൽക്കുന്നുണ്ട്. പൂർണ്ണമായി അല്ലെങ്കിലും ഇന്ന് വലിയ മഴയില്ല എന്നുള്ളതാണ് ആശ്വാസകരം. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സമയം കൂടിയാണ് ഇനി വേണ്ടത്. നിരവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. അവരൊക്കെ എപ്പോൾ വീട്ടിലേക്ക് എത്താമെന്ന് ആലോചിച്ച് കഴിയുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.